ಶ್ರೀ ಗೋಪಾಲಕೃಷ್ಣ ಸಂಗೀತ ವಿದ್ಯಾಲಯದ 25ನೇ ವಾರ್ಷಿಕೋತ್ಸವದ ಈ ರಜತ ವರ್ಷದ ಸಂಭ್ರಮದ ಉದ್ಘಾಟನೆಯನ್ನು ನೆರವೇರಿಸುವುದಕ್ಕೋಸ್ಕರ ಖ್ಯಾತ ಮೃದಂಗವಾದಕರು ಹಿರಿಯ ಕಲಾವಿದರು, ನಿವೃತ್ತ ಆಕಾಶವಾಣಿ ಕಲಾವಿದರಾದಂತಹ ನಮ್ಮೆಲ್ಲರ ಆತ್ಮೀಯ ಸನ್ಮಾನ್ಯ ಶ್ರೀ ಎನ್ ಹರಿಯವರು ಆಗಮಿಸಿದ್ದಾರೆ. ಅವರನ್ನು ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇನೆ. ಅವರನ್ನು ವೇದಿಕೆಗೆ ಕರ್ಕೊಂಡು ಬರಬೇಕು ಅಂತ ಹೇಳಿ ನಮ್ಮ ಮಿತ್ರರಾದ ಶ್ರೀಮಾನ್ ಮುಂಜಾರ ಪ್ರಭಾಕರ್ ಅವರಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಬೆಳ್ಳಿಕೊತ್ತು ವಿಷ್ಣು ಭಟ್ರು. ಇನ್ನೊಬ್ಬ ಮುಖ್ಯ ಅತಿಥಿ ನಮ್ಮೆಲ್ಲರ ಆತ್ಮೀಯರು, ಸಂಗೀತಜ್ಞ, ವಿಮರ್ಶಕ, ಚಿಂತಕ, ಕಲಾವಿದ ಸನ್ಮಾನ್ಯ ಅಜಿತ್ ನಂಬೂದಿರಿ, ತಿರುವನಂತಪುರಂ ನಮ್ಮವರೆಯವರು. ಸನಿಹದ ನೀಲೇಶ್ ಭಟ್ ಅವರು ಪ್ರಸ್ತುತ ತಿರುವನಂತಪುರದಲ್ಲಿದ್ದಾರೆ. ಅವರನ್ನು ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. സംഗീതത്തെ കുറിച്ച് വളരെ വിശദമായി സംസാരിക്കാൻ ഇവിടെ അതിഥി നമ്പൂരിയുണ്ട്, വിഷ്ണു ഭട്ടുണ്ട്. ഞാൻ എൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ട് 2 വാക്ക് പറയാമെന്നുള്ള ഇതിലാണ്. ശ്രീ ഗോപാലകൃഷ്ണ മെമ്മോറിയലിൻ്റെ പേരിൽ നടത്തുന്ന ഈ സ്കൂളിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്നതാണ് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരു വിദ്യാലയം തുടങ്ങി അടുത്ത ഒരു 1-2 വർഷം കഴിയുമ്പോൾ അത് പിന്നെ കാണാതാവുകയാണ് ഞാൻ കാണുന്ന പലരും. പക്ഷേ ഇത് ഞാൻ ഇതിൻ്റെ 3-4 വാർഷികത്തിന് ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3-4 വർഷം കച്ചേരിക്ക് വന്നിട്ടുണ്ട്. രംഗനാഥ് ശർമ്മ, പിന്നെ ദിലീപ്, അങ്ങനെ 3-4 പ്രോഗ്രാമിൽ ഞാൻ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ 100ാം വാർഷികം വരെ ആഘോഷിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരോടും, പ്രത്യേകിച്ച് ഈശ്വര ഭട്ടനോടും ഉഷാ ഭട്ടനോടും, അത് ഇത്രയും പിള്ളേരെ പഠിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടു നടക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് ഭയങ്കരമാണ്. അത് മാത്രമല്ല, ഗുരുത്വം വേണം, ദൈവാധീനം വേണം, എല്ലാ അനുഗ്രഹം അവർക്കുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നല്ല രീതിയിൽ ഞാൻ ചെയ്യുന്നു. ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി, നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഞാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. Music itself is the language. Sir, your inspirating words definitely will ശിവനാടി വിദുഷി ഉഷാ ഭട്ട്, ഉഷാ ഈശ്വര ഭട്ട്, വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഈ സ്കൂളിൻ്റെ 10ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ പരം 10ാം വാർഷികം കഴിഞ്ഞ് വീണ്ടും ഒരു 15 വർഷം കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്ന സമയത്തും അതേ ഊർജത്തോടെ, അതേ ശക്തി സൂക്ഷിച്ചുകൊണ്ട് ഈ സ്കൂളും അതിൻ്റെ പ്രവർത്തനങ്ങളും പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത്.
കാരണം കാസർഗോഡ് സംഗീതത്തിന് പാരമ്പര്യമില്ലാത്തൊരു സ്ഥലമൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ പണ്ട് ഇപ്പോഴില്ല എന്ന് എനിക്ക് തോന്നുന്ന ഒരു ത്യാഗരാജ സംഗീത സഭ ഉണ്ടായിരുന്നു. സദാശിവ ആചാര്യ സാറ് പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞരുണ്ടായിരുന്നു. കാസർഗോഡ് ജില്ല നോക്കുകയാണെങ്കിൽ വിഷ്ണുഭട്ടിനെ പോലെയുള്ള ധാരാളം സംഗീതജ്ഞർ ഉണ്ടായിരുന്നു. അപ്പം കാസർഗോഡിന് വലിയൊരു സംഗീത പാരമ്പര്യം തന്നെയുണ്ട് തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും യക്ഷഗാനം പോലെയുള്ള ചന്ദ്രഗിരി അമ്പു തുടങ്ങിയിട്ടുള്ള കലാകാരന്മാർ, അങ്ങനെ കലയ്ക്കാണെങ്കിലും സംഗീതത്തിനാണെങ്കിലും വളരെ പ്രാധാന്യമുള്ള ഒരു ദേശം തന്നെയാണ് തീർച്ചയായിട്ടും കാസർഗോഡ്. അപ്പോൾ പക്ഷേ നമ്മൾ ഒരു താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഈ ഒരു ജില്ലയും ഇവിടുത്തെ കാര്യങ്ങളും ഒരു പക്ഷേ സർക്കാർ തലത്തിലാണെങ്കിലും മറ്റ് പല കാര്യങ്ങളിലും ഒരു പക്ഷേ വേണ്ടത്ര ശ്രദ്ധ കിട്ടാത്ത ഒരു പ്രദേശമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അല്ലെങ്കിൽ അതാണ് സത്യം. ഇപ്പോൾ കുറേ സോഷ്യൽ മീഡിയയോ എല്ലാം വന്നുകൊണ്ട് കുറേ കൂടുതൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടാനുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ 25 വർഷം മുമ്പ് ഉഷ ഇവിടെ വന്ന് ഈ ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇന്ന്. പക്ഷേ ഈ ഇത്രയും വർഷം ഇത് വളരെ ഒട്ടും ശക്തി ചോർന്നു പോവാതെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയ വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു കാര്യമാണ്, വലിയൊരു കടമയാണ് ചെയ്യുന്ന ഒരു ദേശത്തിനോട്. പ്രത്യേകിച്ചും ഉഷ ജനിച്ചു വളർന്നതെല്ലാം ഈ കാസർഗോഡ് ജില്ലയിലാണ്. പക്ഷെ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു സ്കൂളിൻ്റെ പഠിക്കുന്ന കുട്ടികളായാലും അവരുടെ രക്ഷിതാക്കളായാലും ഈ ഒരു സ്കൂളിൻ്റെ കാര്യത്തിൽ ചെയ്യുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു പിൻബലം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത്, പ്രത്യേകിച്ചും വാർഷികം അല്ലെങ്കിൽ പലതരത്തിലുള്ള സംഗീതോത്സവങ്ങൾ അല്ലെങ്കിൽ പല ഇത്തരം എന്താ പറയുക, അവിടുത്തെ കുട്ടികളുടെ സംഗീതപരമായ വളർച്ചയ്ക്കും അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കുള്ള ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും അവിടുത്തെ അധ്യാപകരും അല്ലെങ്കിൽ വിദ്യാർത്ഥികളും അവരുടെ അച്ഛനമ്മമാരും എല്ലാവരും സഹകരിക്കുന്ന സമയത്താണ് തീർച്ചയായിട്ടും വലിയൊരു വിജയമാണ്. അപ്പോൾ ഇത്രയും വർഷം ഞാൻ ഉഷയോട് എപ്പോഴും പറഞ്ഞ കാര്യം, ഇതിൽ ഒരു വർഷം പോലും മുടങ്ങാതെ ഈ വാർഷികം നടത്തി അതിലെല്ലാം ഒരു സംഗീത കച്ചേരിയെങ്കിലും നടത്തി എന്നുള്ളത് ഒരു ചെറിയൊരു കാര്യമല്ല, ഒരു വലിയ കാര്യമാണ്. കാരണം പല സ്ഥലങ്ങളിലുള്ള വലിയ വലിയ സംഗീതജ്ഞരെ അതുപോലെ പക്കമേള വിദഗ്ധരെ എല്ലാം വിളിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കാര്യം നടത്തി കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു വലിയ തീർച്ചയായിട്ടും നമ്മൾ നിറഞ്ഞ കയ്യടിയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ പലവട്ടം ഇവിടെ സൂചിപ്പിച്ചതുപോലെ 25ാം വാർഷികത്തിലേക്ക് ഒരു വിദ്യാലയം എത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കൂട്ടായ്മയുടെ ഒരു വിജയമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ പല വർഷങ്ങളിലായിട്ട് ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ അറിയപ്പെടുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. സംഗീത ഉപകരണങ്ങളായാലും അതുപോലെ തന്നെ വായ്പാട്ടായാലും അങ്ങനെ പലതരത്തിലുള്ള കലകൾ പഠിപ്പിക്കുന്ന ഈ കലകൾ എന്ന് പറയുമ്പോൾ അതിൽ യക്ഷഗാനവും വരാം, നൃത്തവും വരാം, എല്ലാം വരാം. എല്ലാം 25 വർഷം കഴിഞ്ഞതുമാണ്. പക്ഷേ ഈ ഒരു സംഗീത വിദ്യാലയത്തിൻ്റെ നമുക്ക് വളരെയധികം അത്ഭുതകരമായിട്ട് തോന്നുന്നൊരു കാര്യം, കുട്ടികളെ സംഗീതം പഠിപ്പിക്കുക മാത്രമല്ല, സംഗീതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിലുള്ള എത്രയോ സംഗീതജ്ഞർ, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും വലിയ സംഗീതജ്ഞരെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് മുമ്പിൽ അവരെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു മഹനീയമായ ഒരു ദൗത്യം. അത് സത്യത്തിൽ ഈ ഒരു സംഗീത വിദ്യാലയത്തിന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ സംഗീത സഭകൾ ഒക്കെ കണ്ടിട്ടുണ്ട്. ഉഷാശ്വരഭട്ടൻ്റെ മഹത്തായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ആ ഒരു
മറ്റുള്ളവരോട് ആ പെരുമാറുന്ന രീതി ഉണ്ടായിരിക്കണം. ഇത് ഇത്രയധികം വളർച്ച പ്രാപിച്ചുകൊണ്ട് ഈ ഗോപാലകൃഷ്ണ സംഗീത വിദ്യാലയം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം പല വിദ്യാലയങ്ങളും അത് നമുക്ക് ജില്ലയ്ക്ക് അകത്ത് മാത്രമേ അറിയപ്പെടുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സംഗീത വിദ്യാലയം ഈ ഒരു കേരളത്തിന് പുറത്ത് പലർക്കും അറിയാം എന്നുള്ളതാണ്. ഗോപാലകൃഷ്ണ സംഗീത വിദ്യാലയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതാണ് അതിൻ്റെ ഒരു വിജയം. കൂടുതലൊന്നും പറഞ്ഞില്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും ഒരുപാട് സംസാരിക്കാനുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ എനിക്കുമുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ട്, കാരണം നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്. ഇവിടെ ക്ഷണിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ചെറിയ വാക്കുകളിൽ എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയാൻ തുടങ്ങി ഒരുപാട് പറയും, പറഞ്ഞില്ലെങ്കിൽ ഒട്ടും പറയില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു സ്ഥിതി. ഞാൻ വാക്ക് നിർത്തിക്കൊണ്ട് സംഗീതമാണല്ലോ, സംഗീതോത്സവം എന്ന് പറയുമ്പോൾ വാക്കുകൾക്ക് കൂടുതൽ സ്ഥാനം ഞാൻ കൽപ്പിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്നെ അൻപിൻ വഴിയിൽ യാർ നടന്നാലും അൻപിൻ വഴിയിൽ യാർ നടന്നാലും അവനും രാമനും ഒന്ന് അൾപവർ കൺകളെ യാർ തുടൈത്താലും അവനും രാമനും ഒന്ന് അൻപിൻ വഴിയിൽ യാർ നടന്നാലും അവനോ രാമനോ ഒന്ന് അൻപിൻ വഴിയിൽ യാർ നടന്നാലും അവനോ രാമനോ ഒന്ന് അൾവർ കൾകളെ യാർ തുടൈത്താലും അവനും രാമനും അൻപിൻ വഴിയിൽ. അതുകൊണ്ട് ഞങ്ങളുടെ സ്നേഹം ഇന്ന് ടീച്ചർ ഇവിടെ ಸ್ವೀಕರಿಸണമെന്ന് ಆದ್ಯമായി ಅಭ್ಯರ್ಥಿക്കുന്നു. 2 ಭಾಷೆಗಳಲ್ಲಾಗಿ ಮಾತನಾಡಬೇಕಾದ ಅನಿವಾರ್ಯತೆ ಇದೆ. ಶ್ರುತಿ ತಾಯಿಯಾದರೆ ಲಯ ತಂದೆಯಂತೆ. ಹಾಗಾಗಿ ಶ್ರುತಿ ಲಯ ಉಷಾ ಈಶ್ವರ್ ಭಟ್ ಎಂಬ ಶ್ರುತಿ ಲಯಗಳನ್ನು ನಾವು ಈ ವೇದಿಕೆಯಲ್ಲಿ ಅಭಿನಂದಿಸಲಿಕ್ಕಿದ್ದೇವೆ. ಈಶ್ವರ್ ಭಟ್ 25 ವರ್ಷಗಳಿಂದ ಸಾವಿರಾರು ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಸಂಗೀತ ಸುಧೆಯನ್ನು ಹರಿಸುತ್ತಿದ್ದಾರೆ. ಹಾಗೆಯೇ ಸಂಗೀತ ಶಾಲೆಯ ಈ 25 ವರ್ಷಗಳ ಪಯಣದಲ್ಲಿ ಬೆನ್ನೆಲುಬಾಗಿ ನಿಂತು ಯಶಸ್ವಿಗೆ ಕಾರಣರಾದವರು ಈಶ್ವರ ಭಟ್ ಅವರು. ಉಷಾ ಈಶ್ವರ ಭಟ್ ಅನ್ನುವ ಭಾವ ಸಂಗಮದಲ್ಲಿ ರಾಗ ತಾಳಗಳಾಗಿ ಗೋಪಾಲಕೃಷ್ಣ ಹಾಗೂ ಶಿವರಂಜನಿ ಎಂಬ ಇಬ್ಬರು ಮುದ್ದು ಮಕ್ಕಳು ഈ യാത്രയിൽ ജೊತೆಯಾಗಿದ್ದಾರೆ. സാടി ഇല്ലದ പയണ. ഉഷ ഈശ്വർ ഭട്ട് എന്ന പേരിൻ്റെ കൂടെ എങ്ങനെ ശ്രുതി ലയകളായി അവർ ഈ ഗോപാലകൃഷ്ണ മ്യൂസിക് സ്കൂളിലുണ്ടോ അതേപോലെ രാഗ താളമായിട്ട് ഗോപാലകൃഷ്ണ എന്ന മോനും ശിവരഞ്ജിനി എന്ന മോളും കൂടെയുണ്ട്. അവരെയും കൂടി എപ്പോഴും ഈ മ്യൂസിക് സ്കൂളിൻ്റെ സക്സസിന് കാരണമാണെന്ന് നമുക്കറിയാം. ഇതിലൂടെ ആയിരക്കണക്കിന് സ്റ്റുഡൻസിനെയാണ് അവർ പുറത്ത് കൊണ്ടുവന്നത്. എത്രയോ ആൾക്കാർ വിദേശങ്ങളിൽ പാടി വലിയ പാട്ടുകാരായി വന്നിട്ടുണ്ട്. ഈ സുസന്ദർഭದಲ್ಲಿ
ಪಂಚರತ್ನ ಕೃತಿಯ ಎಲ್ಲ ವಿದ್ಯಾರ್ಥಿನಿಯರು ದಯವಿಟ್ಟು ವೇದಿಕೆಗೆ ಬಂದು ನಮ್ಮ ಗುರುಗಳನ್ನು ಗೌರವಿಸಬೇಕು. ಎಲ್ಲ ಸ್ಟೂಡೆಂಟ್ಸ್